ഒരു സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നടക്കുന്നു. ആ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ കൊടി പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുദ്രാവാക്യം വിളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ശ്വാസം മുട്ടലായിരിക്കും എന്ന് ആലോചിക്കൂ. പക്ഷേ അത് സംഭവിച്ചു. ഇന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൊടി പിടിക്കണ്ട എന്നായിരുന്നു തീരുമാനം. കൊടി പിടിക്കണ്ട, ആരും കൊടി പിടിക്കണ്ട എന്ന് തീരുമാനിച്ചു. വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളി വേണ്ട എന്ന് തീരുമാനിച്ചു. മുസ്ലിം ലീഗിൻ്റെ പേര് എങ്ങാണ് മുദ്രാവാക്യത്തിൽ കയറി വന്നാൽ BJP-ക്കാർ അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി നോർത്ത് ഇന്ത്യയിൽ കാണിക്കും. അത് പേടിച്ച് മുദ്രാവാക്യം വിളിച്ചില്ല. ശരിക്കും ഏതാണ്ടൊരു മൗനജാഥയുടെ പ്രതീതിയിൽ രാഹുൽ ഗാന്ധിക്ക് നോമിനേഷൻ കൊടുക്കേണ്ടി വന്നു. എന്തൊരു വിഷമമുള്ള കാര്യമാണ്. ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്കായാലും LDF-കാർക്കായാലും എല്ലാം അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിവൃത്തികേടിൻ്റെ അങ്ങേയറ്റമാണ് ഇപ്പോൾ രാഹുൽ ഫേസ് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ജയിക്കാൻ വടക്കേ ഇന്ത്യയിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണ്ടാത്ത മറ്റൊരു മണ്ഡലം കിട്ടാനില്ല. അദ്ദേഹം നോക്കിയിട്ട് വയനാട് മാത്രമേ കിട്ടുന്നുള്ളൂ. വയനാട്ടിലാണെങ്കിൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാൽ വട്ടപൂജ്യമാവും താൻ എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെകുത്താനും കടലിനും ഇടയിൽ എന്നൊക്കെ പറയുന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലാണ് ശരി. അദ്ദേഹം കഴിഞ്ഞ തവണ 2019 അമേഠിയിലും ഒപ്പം തന്നെ വയനാട്ടിലും മത്സരിച്ചു. ഇത്തവണ അമേഠിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കാൻ തയ്യാറാകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും തെക്കൻ ഇന്ത്യയിൽ BJP-ക്കെതിരായി മത്സരിക്കാൻ പറഞ്ഞാൽ അതുപോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചു പോവുക. എന്തായാലും ഇത്തവണത്തെ റോഡ് ഷോ ഏതാണ്ടൊരു മൗനജാഥയുടെ പ്രതീതിയിലാണ് നടത്തിയത്. നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇന്ന് പത്രിക നൽകി. ഈ ഒരു സ്ഥാനാർത്ഥിയുടെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് കൊടിയില്ലാത്ത പ്രകടനമാണ് ഉണ്ടായിരുന്നത്. ഒഴിവാക്കിയത് ലീഗിൻ്റെ പച്ചക്കൊടി. അവിടെയാണ് പ്രശ്നം. ഈ ലീഗിൻ്റെ പച്ചക്കൊടി കണ്ടു കഴിഞ്ഞാൽ ഉടനെ BJP സംഘപരിവാർ ടീമുകൾ ഈ പച്ചക്കൊടിയെ പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കും. കഴിഞ്ഞ പ്രാവശ്യം അത് സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ലീഗിൻ്റെ കൊടിയെല്ലാം എടുത്തിട്ട് രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ്റെ കൊടിയുമായി പ്രകടനം നടത്തുന്നു എന്ന് പറഞ്ഞു. അത് വലിയ തോതിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തിരിച്ചടിയായി എന്നുള്ളതാണ്. ആ അനുഭവം അറിയാവുന്നതുകൊണ്ട് ഇത്തവണ എല്ലാ കൊടിയും ഒഴിവാക്കി ക്ലീനായ ഒരു പ്രകടനം അവിടെ നടത്തി. 2004 ആദ്യമായി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അദ്ദേഹം 2004 അമേഠിയിൽ മത്സരിക്കുന്നു. 2004 കഴിഞ്ഞ് ഇപ്പോൾ 2024 എത്തിയിരിക്കുന്നു. 2,90,853 വോട്ടുകൾക്കാണ് തൻ്റെ കന്നി അംഗത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുന്നത്. 2,90,853 വോട്ടുകൾക്ക്. 2009 അമേഠിയിൽ അദ്ദേഹം വീണ്ടും ജയിച്ചു. ഭൂരിപക്ഷം 3,70,198 വോട്ടുകളാണ്. 3,70,198 വോട്ട്. 2014 വരുമ്പോൾ അത് ആ ഭൂരിപക്ഷം നേരത്തെ ആ 3,70,000 എന്നുള്ള ഭൂരിപക്ഷം 1,79,000 വോട്ടായി കുറയുന്നു. ഏതാണ്ട് ഒരു 2,60,000 വോട്ട് രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ 2014 കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അവിടെ അദ്ദേഹം വിജയിച്ചു. വീണ്ടും 2019 എത്തുമ്പോഴേക്കും രാഹുൽ അമേഠിയിൽ തോൽവി മണത്തു. സ്മൃതി ഇറാനി അവിടെ മത്സരിക്കാനെത്തി. രാഹുൽ ഗാന്ധി അമേഠിയോടൊപ്പം വയനാടും തിരഞ്ഞെടുത്തു. അമേഠിയിൽ അദ്ദേഹം തോറ്റു. ആ തോൽവിയുടെ പല കാരണങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷേ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ വന്നത് തന്നെ തോൽവിയുടെ ഒരു ഘടകമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ വയനാട്ടിൽ ലീഗിൻ്റെ കൊടികൾ സജീവമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിലും എല്ലാം വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനെതിരെ ലീഗിൻ്റെ കൊടി വലിയ വിവാദമാക്കി മാറ്റാൻ BJP-ക്ക് കഴിഞ്ഞു. പാകിസ്ഥാൻ്റെ കൊടി ഉപയോഗിക്കുന്നുവെന്നാണ് BJP ആരോപിച്ചത്. പിന്നീട് തോറ്റോടിയ പടനായകൻ എന്ന പ്രചാരണമാണ് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാടല്ലാതെ മറ്റൊരിടമില്ലാത്ത ആളായി രാഹുൽ ഗാന്ധി നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിയും അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്. കോൺഗ്രസ്സിന് ഒരു 100-120 സീറ്റ് എങ്കിലും അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ BJP പറയുന്നത് കഴിഞ്ഞ തവണത്തെ സീറ്റ് പോലും ഇത്തവണ കോൺഗ്രസ്സിന് ലഭിക്കില്ല എന്ന ഒരു കാര്യം BJP-ക്കാരും പറയുന്നു. എന്തായാലും 225 സീറ്റുകളിലാണ് ഇത്തവണ കോൺഗ്രസ് ദേശീയ തലത്തിൽ മത്സരിക്കുന്നത്.